പ്രൈസ് ദി ലോർഡ്. വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 2, 8 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. സ്മിർനായിലെ സഭയുടെ ദൂതന് എഴുതുക. ആദിയും അന്തവുമായവൻ, മരിച്ചവനും എന്നാൽ വീണ്ടും ജീവിക്കുന്നവനുമായവൻ പറയുന്നു, നിന്റെ ഞെരുക്കവും ദാരിദ്ര്യവും എനിക്കറിയാം, എങ്കിലും നീ സമ്പന്നനാണ്. യഹൂദരെന്ന് അവകാശപ്പെടുകയും എന്നാൽ അങ്ങനെയല്ലാതെ സാത്താൻ്റെ സിനഗോഗായി വർത്തിക്കുകയും ചെയ്യുന്നവരുടെ ദോഷാരോപണങ്ങളും ഞാൻ അറിയുന്നുണ്ട്. നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. നിങ്ങളിൽ ചിലരെ പിശാച് തടവിലിടാനിരിക്കുന്നു. അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. മരണം വരെ വിശ്വസ്തനായിരിക്കുക, ജീവൻ്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവൻ തീർച്ചയായും രണ്ടാമത്തെ മരണത്തിന് അധീനനാവുകയില്ല. ദൈവവചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, മനുഷ്യപുത്രൻ ഏഷ്യയിലെ 7 സഭകൾക്ക് അയക്കുന്ന രണ്ടാമത്തെ സന്ദേശമാണിത്. സ്മിർനായിലെ സഭയ്ക്കാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. സ്മിർന ഏഷ്യ മൈനറിലെ ഒരു വളരെ പ്രധാനപ്പെട്ട നഗരമായിരുന്നു. എഫേസൂസിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ വടക്ക് കിഴക്കായി ഏജിയൻ കടൽ തീരത്തുള്ള ഒരു മനോഹരമായ തുറമുഖ നഗരമാണ് സ്മിർന. ഏഷ്യയുടെ കിരീടം എന്നാണ് ഈ പട്ടണം പണ്ടുകാലത്ത് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. മനോഹരമായ സുരക്ഷിതമായ ഒരു തുറമുഖ നഗരമാണ് സ്മിർന. ഈ സ്മിർന നഗരം BC 1000 ആണ്ടോടുകൂടി ഗ്രീക്കുകാർ സ്ഥാപിച്ചതാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. പക്ഷേ 6-ാം നൂറ്റാണ്ടിൽ ലീഡിയയുടെ രാജാവായ അല്യാറ്റിസ് ഈ നഗരം പരിപൂർണമായി നശിപ്പിച്ചു. അതിനുശേഷം ഏതാണ്ട് 3 നൂറ്റാണ്ട് കാലം ശൂന്യാവസ്ഥയിൽ കിടന്ന ഈ നഗരം പുതുക്കി പണിതത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഒരു സൈന്യാധിപനായ ലിസിമാക്കസാണ് 3-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ. അങ്ങനെ ഏകദേശം 3 നൂറ്റാണ്ടിലധികം കാലം മരിച്ചതുപോലെ കിടന്നതിന് ശേഷം പുനരുജ്ജീവിപ്പിക്കപ്പെട്ട ഒരു നഗരമാണ് സ്മിർന. അതിനുശേഷം അതൊരു വലിയ നഗരമായി, മനോഹരമായ നഗരം, വലിയ കച്ചവട കേന്ദ്രം, വലിയ പ്രാധാന്യമുള്ള ഒരു തുറമുഖം. ഏഷ്യ മൈനറിലെ 7 സഭകളിൽ അഥവാ 7 പട്ടണങ്ങളിൽ ഇന്ന് സജീവമായി നിലനിൽക്കുന്ന ഈ ഒരേ ഒരു പട്ടണമേ ഉള്ളൂ. അന്ന് സ്മിർന എന്നറിയപ്പെട്ടിരുന്ന പട്ടണം ഇന്ന് ഇസ്മീർ എന്നാണ് അറിയപ്പെടുന്നത്. ടർക്കിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു പ്രധാനപ്പെട്ട തുറമുഖ നഗരം, ഒരു വ്യവസായ നഗരമാണ് ഇന്ന് ഇസ്മീർ. സ്മിർന നഗരം റോമിനോട് എന്നും വിശ്വസ്തത പാലിച്ചിരുന്നു. റോമിൻ്റെ ഒരു സ്ഥിരം വിശ്വസ്തയായ ഒരു സഖ്യകക്ഷിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കിഴക്കോട്ടുള്ള യുദ്ധങ്ങളിൽ, പ്രത്യേകിച്ചും പേർഷ്യക്കെതിരായിട്ടൊക്കെയുള്ള യുദ്ധങ്ങളിൽ റോമക്കാരെ നിരന്തരം സഹായിച്ചു പോന്ന ഒരു നഗരമാണ് സ്മിർന. BC 195 സ്മിർനായിൽ റോമാദേവതയുടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയുണ്ടായി. റോമിനോടുള്ള താല്പര്യത്തിൻ്റെയും വിശ്വസ്തതയുടെയും ഒക്കെ ഒരു അടയാളമായി. ടൈബീരിയസ് ചക്രവർത്തിയുടെ പേരിൽ ക്ഷേത്രം നിർമ്മിക്കാൻ ഏഷ്യ മൈനറിലെ പല പട്ടണങ്ങളും ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ ആ പട്ടണങ്ങളിൽ നിന്ന് സ്മിർന മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇപ്പോൾ AD 26 ടൈബീരിയസ് ചക്രവർത്തിയുടെ പേരിൽ ഒരു ക്ഷേത്രവും സ്മിർനായിൽ പണിയുകയുണ്ടായി. സ്മിർനായിൽ വലിയ കളിസ്ഥലങ്ങൾ, സ്റ്റേഡിയംസ്, ആംഫി തിയേറ്റർ, അതുപോലെ തന്നെ സംഗീത കച്ചേരികൾ നടത്തുന്ന ഓദേയോൺ, മനോഹരമായ വായനശാല, ലൈബ്രറി, ഇതെല്ലാം ഉണ്ടായിരുന്നു. ക്രിസ്തീയ സഭയുടെ ഒരു വലിയ കേന്ദ്രമായിരുന്നു. പൗലോസാണ് ഇവിടെ സഭ സ്ഥാപിച്ചതെന്ന് പൊതുവെ കരുതപ്പെടുന്നു. പക്ഷേ ഇവിടെ യോഹന്നാൻ്റെ ശിഷ്യനായ പോളികാർപ്പ് ഇവിടുത്തെ മെത്രാനായിരുന്നു. മതപീഡന കാലത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ ശക്തമായ പ്രചരണങ്ങൾ നടത്തുകയും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിന് മുൻകൈ എടുക്കുകയും ചെയ്തത് യഹൂദരായിരുന്നു. സ്മിർനായിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സിനഗോഗ് ഉണ്ടായിരുന്നു, യഹൂദരുടെ ഒരു കേന്ദ്രമായിരുന്നു. പോളികാർപ്പ്, വൃദ്ധനായ മെത്രാൻ, അദ്ദേഹത്തെ റോമക്കാർ അറസ്റ്റ് ചെയ്തു. 156 ഫെബ്രുവരിയിലാണ്. വലിയ കളികളുടെ ഉത്സവങ്ങൾ നടക്കും, നമ്മുടെ ഒളിമ്പിക് ഗെയിംസ് പോലുള്ള വലിയ ഉത്സവങ്ങൾ നടക്കുന്നൊരു സാഹചര്യത്തിലാണ് പോളികാർപ്പിനെ അറസ്റ്റ് ചെയ്തത്. ജനക്കൂട്ടം ഒന്നടങ്കം അവനെ വധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിന് മുൻകൈ എടുത്തത് യഹൂദരാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അന്നത്തെ കോൺസുൽ പോളികാർപ്പിനോട് ആവശ്യപ്പെട്ടു, നിനക്ക് നിന്റെ ജീവൻ രക്ഷിക്കാം, അഗ്നിയിൽ എരിയിക്കുകയായിരിക്കും, മരത്തിൽ കെട്ടി
തീ ഇട്ട് കത്തിക്കുകയാണ് ശിക്ഷയായിട്ട് വിധിച്ചത്. ഈ ശിക്ഷയിൽ നിന്ന് നിനക്ക് മോചനം തരാം, യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ മാത്രം മതി. അതിന് പോളികാർപ്പ് കൊടുത്ത മറുപടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 86 വർഷം ഞാൻ എൻ്റെ രാജാവായ യേശു ക്രിസ്തുവിനെ ശുശ്രൂഷിച്ചു. ഈ 86 വർഷത്തിൽ ഒരിക്കൽ പോലും അവൻ എന്നെ കൈവിടിഞ്ഞിട്ടില്ല. ഇനി ഈ അവസാനത്തിൽ അവനെ തള്ളിപ്പറയാൻ എനിക്ക് സാധിക്കില്ല. തീ കൊണ്ട് കത്തിക്കുമെന്ന് പറഞ്ഞ് നീ എന്നെ ഭയപ്പെടുത്തുന്നു. ഈ തീ നശ്വരമാണ്, അധിക സമയം കഴിയാതെ ഈ തീ കെട്ടുപോകും. പക്ഷേ നീ ഓർക്കുന്നില്ല, യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുകയും അധർമ്മത്തിൽ വ്യാപരിക്കുകയും ചെയ്യുന്നവന് ലഭിക്കാൻ പോകുന്ന നിത്യാഗ്നിയെക്കുറിച്ച്. ഒരിക്കലും കെടാത്ത തീയിൽ കിടന്ന് ദഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എന്തിനാ കാത്തു നിൽക്കുന്നത്? കത്തിച്ചോളൂ, ചിതയ്ക്ക് തീ കൊടുത്തുകൊള്ളൂ. മരത്തിൽ കെട്ടി ചിതയ്ക്ക് തീ കൊളുത്തി കത്തിച്ച സ്മിർനായിലെ മെത്രാനായ പോളികാർപ്പ്, അദ്ദേഹത്തിന് ചിതയ്ക്ക് തീ കൊളുത്താൻ വേണ്ടി വിറക് വെറുക്കുന്നതിന് മുൻപന്തിയിലുണ്ടായിരുന്നത് യഹൂദരായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, അന്ന് സാബത്തായിട്ട് ആയിരുന്നിട്ട് പോലും. ഇത് ഈ ലേഖനത്തിലെ പരാമർശ വിഷയമാകും. സാത്താൻ്റെ സിനഗോഗ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് സിനഗോഗിന്, യഹൂദർ പ്രാർത്ഥനാലയത്തെ സാത്താൻ്റെ സിനഗോഗ് എന്ന് ഗ്രന്ഥകാരൻ വിശേഷിപ്പിക്കുന്നത്? അന്നത്തെ ആ പട്ടണത്തിലെ യഹൂദരുടെ മനസ്ഥിതി അതിന് കാരണമായി തീർന്നിരിക്കാം. ഇവിടെ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സ്മിർനായിലെ സഭയുടെ ദൂതന് എഴുതുക. എല്ലാ ലേഖനത്തിലേതും പോലെ ഇവിടെയും ആമുഖം അതാണ്. ആദിയും അന്തവുമായവൻ, മരിച്ചവനും എന്നാൽ വീണ്ടും ജീവിക്കുന്നവനുമായവൻ പറയുന്നു. യേശുവിനെക്കുറിച്ച് വിശേഷണങ്ങൾ പറയുന്നതാണ്. ആദിയും അന്തവുമാണ്, ആരംഭവും അവസാനവും. ഇത് ദൈവത്തിൻ്റെ തന്നെ വിശേഷണമാണ്. യേശയ്യായുടെ പുസ്തകം 44-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണും: ഇസ്രായേലിൻ്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. പഴയ നിയമത്തിൽ യാഹ്വേയെക്കുറിച്ച് പറയുന്ന അതേ വിശേഷണം ഇവിടെ യേശു ക്രിസ്തുവിന് നൽകുകയാണ്. ഞാൻ ആദിയും അന്തവുമാണ്. എല്ലാം എന്നിൽ നിന്നാണ് തുടങ്ങുന്നത്. അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായതെല്ലാം അവനിലൂടെയാണ് ഉണ്ടായത്. അവനിൽ ജീവൻ ഉണ്ടായത്. എല്ലാറ്റിൻ്റെയും ജീവൻ സ്ഥിതി ചെയ്യുന്നത് ഈ വചനമാകുന്ന യേശു ക്രിസ്തുവിലാണ്. ഞാൻ ആദിയാണ്. എല്ലാറ്റിൻ്റെയും ലക്ഷ്യം ഇതാ, ഞാനാണ്. എല്ലാം എന്നിലേക്കാണ് വരിക. ദൈവം ആയ യേശു ക്രിസ്തുവാണ് ഇവിടെ പറയുന്നത്. രണ്ടാമത്തെ വിശേഷണം, ഞാൻ മരിച്ചവനും എന്നാൽ വീണ്ടും ജീവിക്കുന്നവനുമായവൻ. കുരിശിൽ മരിച്ചവനാണ് യേശു. പക്ഷേ മരിച്ച് അടക്കപ്പെട്ടു, പാതാളങ്ങളിൽ ഇറങ്ങി. പക്ഷേ അവനോട് ഉയർപ്പിക്കപ്പെട്ടു. മരണത്തിൽ അവൻ നിലനിന്നില്ല, ജീവിച്ചവനാണ്. മരിച്ചു, ഉത്ഥാനം ചെയ്തു. മരണം ആസ്വദിക്കുകയും മരണത്തിൽ അങ്ങനെ മനുഷ്യനോട് പൂർണ്ണമായി താതാത്മ്യപ്പെടുകയും ചെയ്തതിനു ശേഷം പുതുജീവൻ പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്. ഇത് സ്മിർന നഗരത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. 6-ാം നൂറ്റാണ്ടിൽ പരിപൂർണമായി നശിപ്പിക്കപ്പെടുകയും 3 നൂറ്റാണ്ട് കാലത്തോളം ജീവനില്ലാതെ മരിച്ച പോലെ കിടക്കുകയും പിന്നീട് 3-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ പുതുക്കിപ്പണിയപ്പെടുകയും ചെയ്ത സ്മിർനായിലെ ജനങ്ങൾക്ക് മനസ്സിലാകും എന്താണ് മരിച്ചവൻ വീണ്ടും ജീവിച്ചവൻ. ഇതാണ് വിശേഷണം. ഇനി എന്താണ് പറയുന്നത്? പ്രോത്സാഹനമാണ്, പ്രശംസയാണ്. എന്താ പ്രശംസിക്കുന്നത്? എനിക്കറിയാം. എല്ലാ ലേഖനങ്ങളിലും വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നൊരു കാര്യമാണ്, എനിക്കറിയാം. യേശുവിനറിയാത്തതായി ഒന്നുമില്ല. യേശുവിനറിയാത്തതായൊരു സാഹചര്യമില്ല. യേശുവിനറിയാത്തതായ വ്യക്തിബന്ധങ്ങളില്ല, വ്യക്തിയുടെ ജീവിതത്തിലില്ല, സഭയിലുമില്ല. എനിക്കറിയാം. പൂർണ്ണമായി കാണുന്നവൻ, അഗ്നിനാളം പോലെയുള്ള കണ്ണുകളുള്ളവനാണെന്ന് ആരംഭത്തിൽ കണ്ടിരുന്നു. എല്ലാം അറിയുന്നവനാണ്. എൻ്റെയും നിൻ്റെയും ജീവിതാവസ്ഥ, വേദനകളും ദുഃഖങ്ങളും നഷ്ടങ്ങളും പരാജയങ്ങളും പാപങ്ങളും നന്മകളും എല്ലാം അറിയുന്നവൻ എനിക്കറിയാം. എന്താണ് അറിയുന്നത്? നിൻ്റെ ഞെരുക്കം എനിക്കറിയാം. ത്ലിപ്സിസ് എന്ന് പറയും. ഞെരുക്കം വലിയ ചുമടെടുത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഞെരുക്കമാണ്. നിന്നെ പലരും കൂടി ഞെരുക്കുന്നുണ്ട്. ശ്വാസം കിട്ടാൻ പറ്റാത്ത വിധത്തിൽ, ജീവൻ നഷ്ടപ്പെടുന്ന വിധത്തിൽ നീ ഞെരുക്കപ്പെടുന്നുണ്ട്. മതപീഡനത്തെക്കുറിച്ചുള്ള സൂചനയാണ് നീ അനുഭവിക്കുന്ന ഞെരുക്കം. രണ്ടാമത്തേത് ദാരിദ്ര്യം. ദാരിദ്ര്യം എന്ന പദം വിശേഷിപ്പിക്കാനായി 2 വാക്കുകളുണ്ട് ഹീബ്രുവിൽ. പെനിയ എന്നതാണൊരു പദം. കഷ്ടിച്ചങ്ങ് ജീവിച്ചു പോകാൻ പറ്റും, മിച്ചമൊന്നും വയ്ക്കാനുണ്ടാവുകയില്ല, അന്നന്നത്തെ ആഹാരത്തിനുള്ള വക കിട്ടി അന്നത്തെ അധ്വാനം കൊണ്ട് ജീവിച്ചു പോകുന്നവരെ പേനസ് എന്ന് പറയും. അത് ദാരിദ്ര്യമാണ്. മറ്റൊരു പദമുണ്ട്, തോക്കോസ്, തോക്കയ്യ. സ്വന്തമായിട്ടൊന്നുമില്ല, മറ്റുള്ളവന് മുമ്പിൽ കൈനീട്ടി നിൽക്കുക, കുനിഞ്ഞ് കൈനീട്ടി നിൽക്കുന്ന ഒരവസ്ഥ, ദാനമായി ലഭിക്കുന്ന മാത്രം കിട്ടുന്ന ഒരവസ്ഥയാണ്. ഭിക്ഷാടനം കൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണ് തൊക്കയ്യ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. ആ പദമാണ് ഇവിടെ എടുത്തു പറയുന്നത്. നിൻ്റെ ദാരിദ്ര്യം. എങ്ങനെയാണ് ഇവർ ദരിദ്രരായത്? ഒരുപക്ഷേ ദരിദ്രരായിരിക്കാം, അടിമകളായിരിക്കാം. ക്രിസ്തു മതത്തിലേക്ക് വളർന്നു വന്നവർ മിക്കവാറും അധിക പങ്കും പാവപ്പെട്ടവരായിരുന്നു. ധനികന്മാരെ വളരെ ചുരുക്കമേ ഉണ്ടായിരുന്നുള്ളൂ.
ഇനി രണ്ടാമതൊരു സാധ്യത, മതപീഡനമുണ്ടാകുമ്പോൾ ആദ്യമേ നഷ്ടപ്പെടുന്ന സമ്പത്താണ്. വീടുകൾ അഗ്നിക്കിരയാക്കുന്നു, സമ്പത്തുള്ള മുഴുവൻ പിടിച്ചെടുക്കുന്നു, എല്ലാം നഷ്ടപ്പെടുത്തുന്ന സംഭവം ഇന്നും അടുത്ത കാലത്ത് പോലും നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തു വിരോധികൾ ആദ്യമേ ചെയ്യുന്നത് എല്ലാം നശിപ്പിക്കുക, കവർച്ച ചെയ്യുക, കടകൾ തല്ലിപ്പൊളിക്കുക, കടകളിലുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോവുക, വീടുകൾ അഗ്നിക്കിരയാക്കുക, അതിനു മുമ്പ് വീട് കൊള്ള ചെയ്യുക, ഇങ്ങനെ എല്ലാം നഷ്ടപ്പെടുന്നു. മതപീഡനവും ദാരിദ്ര്യവും അങ്ങേയറ്റം ക്ലേശിപ്പിക്കുന്ന, അങ്ങേയറ്റം കഷ്ടപ്പെടുത്തുന്ന ഒരു സഭയാണ്. എനിക്കറിയാം, നിന്റെ ഞെരുക്കവും നിന്റെ ദാരിദ്ര്യവും എനിക്കറിയാം. എങ്കിലും നീ സമ്പന്നനാണ്. ഭൗതികമായി നോക്കുമ്പോൾ ദരിദ്രനാണെങ്കിലും ദൈവിക ദൃഷ്ടിയോട് നോക്കുമ്പോൾ നീ സമ്പന്നനാണ്. എന്താണ് യഥാർത്ഥ സമ്പത്ത്? യഥാർത്ഥ സമ്പത്ത് ദൈവസ്നേഹമാണ്, ദൈവത്തിലുള്ള വിശ്വാസം, ആ വിശ്വാസത്തോട് ലഭിക്കുന്ന ആശ്വാസം, ദൈവത്തിൻ്റെ മകനാണ് മകളാണെന്നുള്ള അവബോധം, അതാർക്കും എടുത്തു കളയാനാവില്ല. നിന്റെ യഥാർത്ഥ സമ്പത്ത് ആർക്കും മോഷ്ടിക്കാനാവില്ല. നീ സമ്പന്നനാണ്. എല്ലാം നഷ്ടപ്പെടുത്തുമ്പോഴും സമ്പത്ത് നഷ്ടപ്പെടാത്ത സഭ. എനിക്കറിയാം, എങ്കിലും നീ സമ്പന്നനാണ്. യഹൂദരെന്ന് അവകാശപ്പെടുകയും എന്നാൽ അങ്ങനെയല്ലാതെ സാത്താൻ്റെ സിനഗോഗായി വർത്തിക്കുകയും ചെയ്യുന്നവരുടെ ദോഷാരോപണങ്ങളും ഞാൻ അറിയുന്നുണ്ട്. വിശദീകരണം ആവശ്യമുള്ള ഒരു പദമാണ് സാത്താൻ്റെ സിനഗോഗ് എന്ന്. എന്തുകൊണ്ടാണ് യഹൂദരുടെ പ്രാർത്ഥനാലയത്തെ സാത്താൻ്റെ സിനഗോഗ് എന്ന് വിശേഷിപ്പിക്കുക? അത് അത്ര സ്നേഹത്തോടു കൂടിയ പ്രവർത്തനമാണെന്ന് തോന്നില്ല. ഇവിടെ ഒരു സത്യാവസ്ഥ എടുത്തു പറയുകയാണ്. സിനഗോഗ് എന്ന പദത്തിൻ്റെ അർത്ഥം ഒരുമിച്ച് വരുന്ന സ്ഥലമെന്നാണ്. യഹൂദർ പ്രവാസകാലം മുതൽ പ്രാർത്ഥിക്കാനായിട്ട് ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തെ സിനഗോഗ് എന്നാണ് പറയുക. യഹൂദർക്ക് ആകപ്പാടെ ഒരു ദേവാലയമേ ഉണ്ടായിരുന്നുള്ളൂ, ജെറൂസലം ദേവാലയം. അത് AD 70 നശിപ്പിക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം അവർക്ക് ദേവാലയമില്ല. ദേവാലയം ഉണ്ടായിരുന്നപ്പോൾ തന്നെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും യഹൂദർ ഒരുമിച്ച് കൂടുന്ന സിനഗോഗുകളുണ്ടായിരുന്നു. അത് പ്രാർത്ഥനാലയമാണ്. പ്രാർത്ഥിക്കാൻ വേണ്ടി, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തെയാണ് സിനഗോഗ് എന്ന് വിശേഷിപ്പിക്കുക. എന്തുകൊണ്ട് ഈ സ്മിർനായിലെ സിനഗോഗിനെ സാത്താൻ്റെ സിനഗോഗ് എന്ന് പറയുന്നു? അതിന് പ്രധാനമായ കാരണം ക്രിസ്തു മതത്തോടുള്ള, ക്രിസ്തുവിനോടും ക്രിസ്തു വിശ്വാസികളോടുമുള്ള അവിടുത്തെ യഹൂദരുടെ സമീപനമാണ്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. നമുക്കറിയാം പൗലോസിൻ്റെ അനുഭവങ്ങൾ. അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായം 45-ാമത്തെ വാക്യം. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യഹൂദർ അസൂയ പൂണ്ട് പൗലോസ് പറഞ്ഞ കാര്യങ്ങളെ എതിർക്കുകയും അവനെ ദൂഷിക്കുകയും ചെയ്തു. ആദിമ ക്രൈസ്തവർ അപ്പസ്തോലന്മാരൊക്കെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പോകുമ്പോൾ അവർ യഹൂദരായിരുന്നു. ആദ്യമേ തേടിപ്പിടിക്കുന്ന യഹൂദരെയാണ്. യഹൂദരുടെ പ്രാർത്ഥനാലയങ്ങളിലാണ് അവരും പോയി പ്രാർത്ഥിക്കുന്നു. അവരുടെ തന്നെ പ്രാർത്ഥനയാണ് യഹൂദരും ക്രിസ്ത്യാനികളും പ്രാർത്ഥിച്ചിരുന്നത്. അവിടെ അവരുടെ പ്രതീക്ഷകളായിരുന്ന രക്ഷകനെക്കുറിച്ച് പ്രതീക്ഷയുടെ വാഗ്ദാനങ്ങളും അതിൻ്റെ പൂർത്തീകരണവും എടുത്തു പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുമായിരുന്നു. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങളാണ് പഴയ നിയമത്തിൽ മുഴുവനുള്ളതെന്നും ആ പ്രവചനങ്ങളെല്ലാം നസ്രത്തിലെ യേശുവിൽ പൂർത്തിയായി എന്നും അപ്പസ്തോലന്മാർ പ്രഘോഷിക്കുമ്പോൾ ആദ്യം സ്വീകരിക്കാൻ തയ്യാറാകും. പക്ഷേ പിന്നെ വരുമ്പോഴേക്കും അതിനോട് എതിർപ്പായി. അന്ത്യോക്യ അരുത സംഭവിച്ചു. ആദ്യത്തെ ദിവസത്തെ പ്രഘോഷണത്തിൽ ഒരുപാട് പേർ വിശ്വസിച്ചു. പക്ഷേ അടുത്ത തവണ വന്നപ്പോഴേക്കും അനേകം വിജാതീയരോട് വന്നു. അത് കണ്ടപ്പോഴേക്കും യഹൂദർ അസൂയ പൂണ്ടു. പൗലോസ് പറഞ്ഞ കാര്യങ്ങളെ എതിർക്കുകയും അവനെ ദൂഷിക്കുകയും ചെയ്തു. പൗലോസ് അന്ത്യോക്യയിൽ നിന്ന് വിട്ടു ഇക്കോണിയത്തിൽ ചെന്നു. ഇക്കോണിയത്തിൽ ചെല്ലുമ്പോൾ 14-ാം അധ്യായം 2-ാമത്തെ വാക്യം. പൗലോസിനെ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു വലിയ ജനക്കൂട്ടം വിശ്വസിച്ചു. വിശ്വസിക്കാതിരുന്ന യഹൂദർ സഹോദരർക്കെതിരായി വിജാതീയരെ ഇളക്കുകയും അവരുടെ മനസ്സിനെ വിദ്വേഷം കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. ക്രിസ്ത്യാനികൾക്കെതിരെ വിഷം കുത്തിവയ്ക്കുന്ന ഒരു സമൂഹമായി മാറുന്നു യഹൂദ സമൂഹം. ഇക്കോണിയത്തിൽ അവിടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. അവിടുന്ന് ലിസ്ത്രായിലേക്ക് പോവുകയാണ്. ലിസ്ത്രായിൽ എത്തിക്കഴിയുമ്പോൾ 19-ാമത്തെ വാക്യം 14-19. അന്ത്യോക്യയിൽ നിന്നും ഇക്കോണിയത്തിൽ നിന്നും അവിടെ എത്തിയ യഹൂദന്മാർ ജനങ്ങളെ പ്രേരിപ്പിച്ച് പൗലോസിനെ കല്ലെറിയിച്ചു. മരിച്ചുപോയെന്ന് വിചാരിച്ച് അവർ അവനെ നഗരത്തിന് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. ഇതാണ് സംഭവിക്കുക. ഇത് പൗലോസിൻ്റെ ജീവിതത്തിൽ മാത്രം സംഭവിച്ചതല്ല, സുവിശേഷം പ്രസംഗിച്ച എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരുന്നതാണ്. ഇങ്ങനെ ക്രൈസ്തവർക്ക് എതിരായി പ്രവർത്തിക്കാൻ, ക്രൈസ്തവർക്കെതിരെ പീഡനങ്ങൾ അഴിച്ചുവിടാൻ, ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചത് യഹൂദരായിരുന്നു. അവിടെ ആലോചനകൾ നടന്നത് ഈ സിനഗോഗുകളിലാണ്. പ്രാർത്ഥിക്കാൻ വരുന്നവർ തന്നെയാണ് പ്രാർത്ഥനാലയത്തിൽ വെച്ച് ക്രിസ്ത്യാനികൾക്കെതിരെ ഇപ്രകാരമുള്ള ആലോചനകൾ നടത്തുകയും നടപ്പിലാക്കുകയും ചെയ്തത്. ഇതുകൊണ്ടാണ് സാത്താൻ്റെ സിനഗോഗ് എന്ന് വിശേഷിപ്പിക്കുക. അധപ്പതിക്കുന്ന മതത്തിൻ്റെ പ്രത്യേകത എന്നും ഇത് പ്രസക്തമാണ്. ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവിശ്വാസികളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഏത് ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്, ദൈവത്തെയാണോ സാത്താനെയാണോ എന്ന് മതതീവ്രവാദികൾ ചിന്തിക്കേണ്ടതുണ്ട്. ഏത് മതത്തിനും സംഭവിക്കാം ഇത്.
മറ്റുള്ളവരെ ദൈവദൂഷകരായി ചിത്രീകരിക്കുന്നതിന് മുമ്പേ തങ്ങൾ തന്നെ വിശ്വാസത്തെ പരിശോധിക്കുക. സാത്താൻ്റെ സിനഗോഗ് എന്നറിയപ്പെടുന്ന ആയി വർത്തിക്കുകയും ചെയ്യുന്നവരുടെ ദോഷാരോപണങ്ങളും ഞാൻ അറിയുന്നുണ്ട്. ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആരോപണങ്ങൾ, തെറ്റായ ആരോപണങ്ങൾ, അവർക്കെതിരെ കൊണ്ടുവരാത്ത ആരോപണങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു നമുക്കറിയാം. ഉടനെ നീ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. സഹനമൊന്നുമായിട്ടില്ല, ഇനിയും വലിയ സഹനം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. പീഡനത്തിൻ്റെ ഒരു വേലിയേറ്റം കഴിഞ്ഞു, പക്ഷേ ഇനിയും വരാൻ പോകുന്നു. ഉടനെ സംഭവിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. നിങ്ങളിൽ ചിലരെ പിശാച് തടവിലിടാനിരിക്കുന്നു. അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. പ്രലോഭനങ്ങളല്ല, പ്രലോഭനങ്ങൾ അതിനേക്കാൾ കൂടുതൽ പരീക്ഷണങ്ങളാണ്. മതപീഡനം യേശുവിൻ്റെ പേരിൽ സഹിക്കേണ്ടി വരുന്നത് വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യമാണ് നമുക്കറിയാം. പത്രോസിൻ്റെ ലേഖനത്തിൽ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം ഇപ്രകാരം കാണും: അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. 1 പത്രോസ് 1:7. പരീക്ഷണമാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസം പരീക്ഷിക്കപ്പെടും. വിശ്വാസത്തിൻ്റെ ആഴം പരിശോധിക്കാനായിട്ട് ദൈവം തന്നെ അനുവദിക്കുന്ന സാഹചര്യങ്ങളായിട്ടാണ് ഇവിടെ പറയുക. പീഡനങ്ങളുണ്ടാകുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ ആഴം വെളിവാകുക. ഈ വിശ്വാസത്തിന് വേണ്ടി എന്തു വില കൊടുക്കാൻ ഞാൻ സന്നദ്ധമാകുന്നു എന്ന് പീഡനങ്ങൾ ഉണ്ടാകുമ്പോഴേ അറിയൂ. വിശ്വാസത്തിൻ്റെ പേരിൽ നേട്ടങ്ങളുണ്ടാകുമ്പോൾ വിശ്വസിക്കുക എളുപ്പമാണ്. എല്ലാവരും പ്രശംസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും സമ്മാനിക്കുകയും ചെയ്യുമ്പോൾ വിശ്വസിക്കുക എളുപ്പമാണ്. അതേസമയം വിശ്വാസത്തിൻ്റെ പേരിൽ നഷ്ടങ്ങളുണ്ടാവുക, ഈ വിശ്വാസത്തിൻ്റെ പേരിൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോവുക, എല്ലാവരുടെയും വെറുപ്പിനും വിദ്വേഷത്തിനും പാത്രമാവുക, സാമ്പത്തികമായ നഷ്ടങ്ങൾ സംഭവിക്കേണ്ടി വരിക, ശാരീരികമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരിക, എല്ലാം നഷ്ടപ്പെടുക, അത് ഇന്നും സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ സംഭവിക്കുന്ന സ്ഥലങ്ങളിലാണ് ക്രിസ്തു വിശ്വാസം വർദ്ധിക്കുന്നതെന്ന് ഓർക്കുക. വിശ്വാസം പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടിയാണ്. ഈ പീഡനത്തിന് പിന്നിൽ നിൽക്കുന്നത് സാത്താനാണെന്ന് പറയും. സാത്താൻ നിങ്ങളിൽ ചിലരെ തടവിലിടാൻ ഇരിക്കുന്നു. സാത്താൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ പിന്നീട് വിശദമായിട്ട് കാണുന്നതാണ്. ക്രിസ്തു വിശ്വാസികൾക്കെതിരെ ഉണ്ടാകുന്ന പീഡനം അത് മതതീവ്രവാദികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും മതവിശ്വാസം നിഷേധിക്കുന്ന, മതസ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും അതിന് പിന്നിൽ നിൽക്കുന്നത് ഭീകരമായ തിന്മയുടെ ശക്തിയാണ് എന്ന് വെളിപാട് ഗ്രന്ഥകാരൻ പറയുകയാണ്. അഥവാ വെളിപാട് ഗ്രന്ഥകാരനിലൂടെ യേശു ക്രിസ്തു പറയുകയാണ്. സാത്താൻ നിങ്ങളിൽ ചിലരെ തടവിലിടാനിരിക്കുന്നു, അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. 10 ദിവസം എന്നത് കൃത്യമായിട്ടുള്ള 10 ദിവസമല്ല, ദീർഘമായൊരു കാലഘട്ടമായിരിക്കില്ല. ഒരു ചുരുങ്ങിയ കാലഘട്ടത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. ഞെരുക്കം, ത്ലിപ്സിസ് എന്ന ഈ പദം വീണ്ടും ഉപയോഗിക്കുകയാണ്. വലിയൊരു ഭാരമെടുത്ത് ദേഹത്ത് വയ്ക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്നൊരു അനുഭവം ഉണ്ടാകാം. ഞെരുക്കുകയാണ്. ഇപ്പോൾ ചുറ്റുപാടുമുള്ള വ്യക്തികളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, അതുപോലെ തന്നെ അധികാരികളിൽ നിന്ന് ഉണ്ടാകുന്ന എതിർപ്പും വിദ്വേഷവും പീഡനവും ഒക്കെയാണ് ഈ ഞെരുക്കം. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. മരണം വരെ വിശ്വസ്തനായിരിക്കുക. മരണം വരെ വിശ്വസ്തനായിരിക്കുക യേശുവിനോട്. മരണം ഉൾപ്പെടെ മരിക്കാനും മടിക്കാതിരിക്കുക. വിശ്വാസത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ രക്തസാക്ഷികളുടെ ചുടുനിണത്തിലൂടെയാണ് സഭ വളർന്നത്. രക്തസാക്ഷികളുടെ രക്തം വിശ്വാസികളുടെ വിത്ത് എന്ന് തെർത്തുല്യനാണ് പറഞ്ഞു വെച്ചത്. മരണം വരെ വിശ്വസ്തനായിരിക്കുക, യേശുവിനോട് വിശ്വസ്തൻ. സ്മിർനായിലെ സഭയിൽ ഈ ആഹ്വാനം ഹൃദയത്തിൽ സ്വീകരിച്ച വ്യക്തിയായിരുന്നു പോളികാർപ്പ് നമ്മൾ കണ്ടു. ഈ 86 ദീർഘവർഷങ്ങൾ ഞാൻ യേശു ക്രിസ്തുവിനെ ശുശ്രൂഷിച്ചു, അവനെന്നെ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. ഇനി അവസാന നാളിൽ അവരെ തള്ളിപ്പറയാൻ ഞാൻ സന്നദ്ധനല്ല, ഞാൻ ഒരുക്കമല്ല. വിശ്വസ്തനായിരിക്കുക. ഏത് ക്രിസ്ത്യാനിയോടും ആവശ്യപ്പെടുന്നതാണ് വിശ്വസ്തത. വിശ്വസ്തത ദൈവത്തോടും ദൈവത്തിൻ്റെ ജനത്തോടും ഉണ്ടായിരിക്കണം. യേശു വിശ്വസ്തനാണ്, വിശ്വസ്തനായ സാക്ഷി എന്നാണ് യേശുവിനെക്കുറിച്ച് പറയുക. ആ വിശ്വസ്തത സ്വന്തം രക്തം കൊടുത്തും തെളിയിക്കാൻ ഉള്ള ആഹ്വാനമാണ്. വിശ്വസ്തനായിരിക്കുക, മരണം വരെ വിശ്വസ്തനായിരിക്കുക. എന്താണ് ഇങ്ങനെ വിശ്വസ്തനായാൽ ചെയ്യുന്നത്? നീ ചെറിയവനാണ്, ദരിദ്രനാണ്, ഞെരുക്കമുള്ളവനാണ്. എന്നാലും ഈ ദാരിദ്ര്യത്തെയും ഞെരുക്കത്തെയും വകവയ്ക്കാതെ തൻ്റെ അവസാനത്തുള്ളി രക്തവും കൊടുക്കാൻ സന്നദ്ധമാകുന്ന വിശ്വാസിക്ക് എന്താണ് വാഗ്ദാനം ചെയ്യുക? ജീവൻ്റെ കിരീടം
ഞാൻ നിനക്ക് നൽകും. ജീവൻ്റെ കിരീടം. അത് തലയിൽ വയ്ക്കുന്ന എന്തെങ്കിലും ഒരു പ്രത്യേക സാധനമായിട്ടല്ല ഉള്ളത്. കിരീടം നമുക്കറിയാം, ഒരു ആഭരണമാണ്, ഒരു അലങ്കാരമാണ്, ഒരു അടയാളമാണ്, അധികാരത്തിൻ്റെ അടയാളം. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണും: ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിൻ്റെ ഒളി മങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. മഹത്വത്തിൻ്റെ ഒളി മങ്ങാത്ത കിരീടം. തിമോത്തിക്ക് എഴുതുന്ന 2-ാം ലേഖനത്തിൽ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്. 2-ാമത്തെ അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു. എൻ്റെ വേർപാടിൻ്റെ സമയം സമാഗതമായി. ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു. എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവ്വം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അത് എനിക്ക് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, അവൻ്റെ ആഗമനത്തെ സ്നേഹപൂർവ്വം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. നീതിയുടെ കിരീടം എനിക്ക് ലഭിക്കും എന്ന പൗലോസിൻ്റെ പ്രതീക്ഷ. ഇതാണ് ഇവിടെ എടുത്തു പറയുക. മത്സരത്തിൽ ജയിക്കുന്നവന് തലയിൽ വയ്ക്കാൻ കൊടുക്കുന്ന ഒലിവിൻ്റെ ഇലകളുള്ള കിരീടമുണ്ട്. അത് ഉണങ്ങിപ്പോകും. പക്ഷേ യേശു നൽകുന്ന കിരീടം ജീവൻ്റെ കിരീടമാണ്, ഒളിമങ്ങാത്തതാണ്. എന്താണ് ജീവൻ്റെ കിരീടം എന്ന് പറഞ്ഞാൽ? ജീവൻ്റെ കിരീടം മറ്റൊന്നുമല്ല, അസ്തമിക്കാത്ത ജീവൻ തന്നെയാണ്. നിത്യജീവൻ നിനക്ക് ഞാൻ കിരീടമായി നൽകും എന്ന് പറഞ്ഞാൽ നീ എന്നും എന്നോട് കൂടി ജീവിക്കും. എവിടെയാണ് ഈ ജീവൻ? ആരാണ് ജീവൻ നൽകുന്നത്? ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞവൻ യേശു തന്നെയാണ് ജീവൻ. എഫേസൂസിലെ ലേഖനത്തിൽ പറഞ്ഞു ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാൻ നൽകും. ഇവിടെ പറയുന്നു ജീവൻ്റെ കിരീടം നൽകും. മറ്റൊന്നുമല്ല, ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് തരും. ഞാനുമായി ഉള്ള പൂർണ്ണമായ ഐക്യത്തിലായിരിക്കും നിങ്ങൾ. ഇതാണ് യേശു വാഗ്ദാനം ചെയ്യുന്നത്. ഇവിടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവന് നിത്യജീവൻ യേശു വാഗ്ദാനം ചെയ്യുന്നു. ഈ ഒരു വാഗ്ദാനം നമുക്കെല്ലാവർക്കും ഒരുപോലെ പ്രസക്തമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജീവൻ തന്നെയാണല്ലോ. ഐഹികമായ ജീവൻ നഷ്ടപ്പെടുത്തിയാലും നിത്യമായ ജീവൻ നമുക്ക് ലഭിക്കും. അതുകൊണ്ടാണ് യേശുവിന് വേണ്ടിയും യേശുവിനുള്ള സുവിശേഷത്തെ പ്രതിയും ത്യാഗങ്ങൾ, നഷ്ടങ്ങൾ സഹിക്കാനും ജീവൻ പോലും നഷ്ടപ്പെടുത്താനും ആളുകളുടെ വിശ്വാസികൾ തയ്യാറാകുന്നത്. വിജയം വരിക്കുന്നവൻ തീർച്ചയായും രണ്ടാമത്തെ മരണത്തിന് അധീനനാവുകയില്ല. രണ്ടാമത്തെ മരണം നിത്യനാശമാണ്. ഇവിടെ സ്മിർനായിലെ ജനങ്ങൾക്കറിയാം എന്താണ് ആദ്യത്തെ മരണം. അലിയാറ്റസ് നശിപ്പിച്ച പട്ടണത്തിന് ആദ്യത്തെ മരണമായിരുന്നു. അതിനുശേഷം ലിസിമാക്കസ് അത് പുതുക്കിപ്പണിത് പുതുജീവൻ കൊടുത്തു. ആ പുതുക്കിപ്പണിത നഗരം മനോഹരമായി ഇന്നും നിലനിൽക്കുന്നു. ഇപ്പോഴേ യേശു നൽകുന്നത് ഈ എന്നേക്കും നിലനിൽക്കുന്ന ജീവനാണ്. രണ്ടാമത്തെ മരണത്തെക്കുറിച്ച് പിന്നീട് അവസാനം നമ്മൾ കാണും, നിത്യനാശം. അപ്പോൾ യേശുവിനോട് വിശ്വസ്തത പാലിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. അവന് രണ്ടാമതൊരു മരണം ഉണ്ടാവുകയില്ല. ശരീരം മരിക്കും, പക്ഷേ ആത്മീയമായ ജീവൻ എന്നും ഉണ്ടായിരിക്കും. ആ ഒരു വിശ്വസ്തത പാലിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, ഞങ്ങളുടെ കഴിവുകേടുകളും ഞങ്ങളുടെ ഇല്ലായ്മയും വേദനകളുമെല്ലാം അറിയുന്ന അവിടുന്ന് അങ്ങയോട് വിശ്വസ്തത പാലിക്കാനായിട്ട് ക്ലേശിക്കുന്ന ഞങ്ങളെ അവിടുന്ന് തന്നെ ശക്തിപ്പെടുത്തണമേ. ലോകത്തെല്ലായിടത്തുമുള്ള എല്ലാ വിശ്വാസികളെയും അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ് യേശുവേ, അങ്ങയുടെ വിശ്വാസത്തെ പ്രതി പീഡനങ്ങളേൽക്കുന്ന, നഷ്ടങ്ങൾ സഹിക്കുന്ന എല്ലാ വിശ്വാസികളെയും അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. എല്ലാവരെയും, സകല ജനങ്ങളെയും അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ച് ഉള്ള ബോധ്യത്തിലേക്ക് നയിക്കണമേ. എല്ലാവർക്കും നിത്യമായ ജീവൻ കിരീടമായി ലഭിക്കാൻ അവിടുന്ന് തന്നെ ഇടയാക്കണമേ. ഒരു കാരണവശാലും, ഒരു പീഡനത്താലും, ഒരു നഷ്ടത്താലും അങ്ങേ തള്ളിപ്പറയാൻ ഞങ്ങൾക്കൊരിക്കലും ഇടയാക്കരുതേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര